വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. എന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് റീഡിംഗ് ഓൺ ഫിലോസഫി ഓഫ് നോളജിലെ ദളിത്സ് ആൻഡ് ദ മാംഗ്രോവ് ഫോറസ്റ്റ് റീജിയൻ ബൈ കള്ളൻ പക്കുടൻ എന്ന ഈ ഒരു വർക്കിനെ പറ്റിയിട്ടാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. റൈറ്ററിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള മൈ ലൈഫ് എന്ന ഓട്ടോബയോഗ്രഫിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ലെസണാണ് ഈ ഒരു ലെസൺ എന്നുള്ളത്. കള്ളൻ പൊക്കുടൻ വാസ് ഓൾസോ നോൺ ആസ് കണ്ടൽ പൊക്കുടൻ വാസ് ഡീപ്ലി കൺസേൺഡ് വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് കണ്ടൽ ഫോറസ്റ്റ്. കേരളത്തിലെ കണ്ടൽ ഫോറസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇദ്ദേഹം ഡീപ്ലി കൺസേൺഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം എന്നുള്ളത് ഒരു എൻവയറൺമെൻറ്റൽ ആക്ടിവിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്നുള്ളത് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടൽ ഫോറസ്റ്റ് പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ്, പയങ്ങാടിക്ക് അടുത്തുള്ള ഏയാമൂലയിൽ 1937 ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം ദളിത് കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാളാണ്. അദ്ദേഹം എന്നുള്ളത് ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ ദളിത് ആയിട്ട് അദ്ദേഹം നേരിട്ടിട്ടുള്ള ഇൻജസ്റ്റിസ്, എക്സ്പ്ലോയിറ്റേഷനൊക്കെ ക്ലിയർലി ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ. അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദളിത്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടൽ ഫോറസ്റ്റിലും ബാക്ക് വാട്ടർ പ്രൗണിലും കായൽ കൊഞ്ചിലും പാഡി ഫീൽഡിലൊക്കെ പാടങ്ങളിലൊക്കെ ഉപജീവനം നേടാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ ഒരു റൈറ്റർ പറയുന്നത്. ദളിത് പീപ്പിളും അതുപോലെ തന്നെ പെസൻസും അവർ ജീവിച്ചിരുന്നുള്ളത് വർക്കിംഗ് ആസ് ഫിഷർമാൻ ആയിട്ടാണ് അവർ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാമിംഗ് ഫോക്കൊക്കെ ആയിട്ടാണ് അവർ വർക്ക് ചെയ്തിട്ടുള്ളത്. ഹാഡ് നോളജ് ഓഫ് ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ലൈഫ്. അതുപോലെ തന്നെ പൊക്കുടൻ ടോക്സ് അബൌട്ട് ദ ലാൻഡ് ലോഡ്സ് ലൈക്ക് മുരിക്കൻ ഓഫ് കുട്ടനാട് വു കൺട്രോൾ ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ദ നാച്ചർ അറൗണ്ട് ദം. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ജനങ്ങളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ചുറ്റുള്ള നാച്ചറിനൊക്കെ അദ്ദേഹം മുരിക്കൻ ഓഫ് കുട്ടനാട് പറയുന്നുള്ള ലാൻഡ് ലോഡ് കൺട്രോൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മുരിക്കൻ ഓഫ് കുട്ടനാട് എന്നുള്ളത് ജോസഫ് മുരിക്കനാണ്. ജോസഫ് മുരിക്കൻ വു റീക്ലെയിംഡ് ദ ബാക്ക് വാട്ടേഴ്സ് ഫോർ പാഡി കൾട്ടിവേഷൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, റീക്ലെയിം ചെയ്യുന്നുണ്ട് ബാക്ക് വാട്ടേഴ്സ് ഫോർ പാഡി കൾട്ടിവേഷന് വേണ്ടിയിട്ട് അദ്ദേഹം റീക്ലെയിം ചെയ്യുന്നുണ്ട് 1930. ബാക്ക് വാട്ടേഴ്സൊക്കെ അദ്ദേഹം വീണ്ടെടുക്കുന്നുണ്ട് മുരിക്കൻ ഓഫ് കുട്ടനാട് എന്ന് പറയുന്ന അവർ. അതുപോലെ തന്നെ എങ്ങനെ ഇരുന്നാലും ഈ കൈൻഡ് ഓഫ് ഫാമിംഗ് എന്നുള്ളത് നോട്ട് പ്രോഫിറ്റബിൾ ആയിരുന്നു, ലാഭം ലഭിക്കുന്നതായിരുന്നില്ല. അതുപോലെ തന്നെ ന്യൂ വൺ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ ഫ്യൂഡൽ ലോഡായിട്ടുള്ള മൂക്കൻ ഹസൻ എന്നുള്ളവർ പുതിയൊരു ന്യൂ ഫോം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫാമിങ്ങിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ന്യൂ മെത്തേഡ് ഇൻവോൾവ് ആയിട്ടുള്ളത് പ്ലാന്റിങ് ഓർ സോയിങ് സീഡ്സ് ഓൺ സ്മോൾ സോയിൽ മൗണ്ട് ആൻഡ് ദിസ് വാസ് ഹൗ ദ ബാക്ക് വാട്ടേഴ്സ് പാഡി ഫാമിംഗ് ഓഫ് കണ്ണൂർ ഡെവലപ്ഡ്. ഈ ഒരു മെത്തേഡ് എന്നുള്ളത് നാഷണലി അറ്റൻഷൻ ഗെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെഹ്റു ഹസൻ എന്ത് ചെയ്യുന്നുണ്ട്, അവാർഡഡ് വിത്ത് ആൻ അയൺ പ്ലഫ് ആൻഡ് പ്രൈസ് മണി. വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്ത് പോവർട്ടിയും ഹങ്കറൊക്കെ ജനങ്ങളെ പിടിമുറുക്കുന്നുണ്ട്. ഡ്യൂറിങ് ദിസ് പീരിയഡ് വാസ്റ്റ് ഏരിയാസ് ഓഫ് കണ്ടൽസ്, വിശാലമായിട്ടുള്ള കണ്ടൽസിൻ്റെ ആ ഒരു ഏരിയ ക്ലിയർ ആകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ഫോർ കൾട്ടിവേഷൻ ഓഫ് റൈസിൻ്റെ കൾട്ടിവേഷന് വേണ്ടിയിട്ട് ആ ഒരു കണ്ടൽസൊക്കെ ഈ ഒരു സമയത്ത് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഗേവ് റൈസ് ടു ദ ബിഗിനിങ് ഓഫ് ലാർജ് സ്കെയിൽ ഹോമോജീനിയസ് പാഡി ഫാമിംഗ്. ഇത് കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാഡി ഫാമിംഗ് ലാർജ് സ്കെയിലായിട്ട് വളരാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. എങ്ങനെ ഇരുന്നാലും ദിസ് ഇൻ ടേൺ എഫക്റ്റ് ഏതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ദ ബയോഡൈവേഴ്സിറ്റി ഓഫ് ദ മാംഗ്രോവ് എക്കോസിസ്റ്റത്തിനെ ഈ ഒരു കാര്യം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടൽ കാടുകളെ ഈ ഒരു പാഡി ഫാമിങ്ങിൻ്റെ ലാർജ് സ്കെയിൽ ബിഗിനിങ് എന്നുള്ളത് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദളിത്സ് എന്ന് പറയുന്നത് ലേബർ സിസ്റ്റത്തിനോട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് എപ്പോഴും നാച്ചുറായിട്ടുള്ള ഹാർമണി ലിവിങ് ആണ് ഇഷ്ടം. അതുപോലെ തന്നെ അവരുടെ മഡ് ഹട്ട്സൊക്കെ അവർ പാഡി ഫീൽഡിൻ്റെ ഒക്കെ നിയറിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ഭക്ഷണം എന്നുള്ളത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷ്, ക്രാബ്സ്, ഗ്രെയിൻസ് ഇതൊക്കെ അവർക്ക് ലഭിച്ചിരുന്നത് പാഡി ഫീൽഡിൽ നിന്നും കണ്ടൽ ഗ്രോവ്സിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷും ക്രാബ്സും ഗ്രെയിൻസൊക്കെ ആയിരുന്നു അവരുടെ ഫുഡ് എന്നുള്ളത്. അവരുടെ ഫുഡ് എന്നുള്ളത് യുണീക്കായിരുന്നു അപ്പർ ക്ലാസ് പീപ്പിളിൽ നിന്ന്. അതുപോലെ തന്നെ അപ്പർ ക്ലാസ് പീപ്പിൾ എന്ത് ചെയ്തു, ഇവർ ഭക്ഷിക്കുന്ന ഈ ഒരു ഫുഡ് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് വിസമ്മതിക്കുകയാണ് ചെയ്തിരുന്നത്. Pokudon says that casteism visible
ചോയ്സ് ഓഫ് ഫുഡിൽ വരെ ഈ ഒരു കാസ്റ്റിസം വിസിബിൾ ആണ് എന്നാണ് ഈ ഒരു റൈറ്റർ പറയുന്നുള്ളത്. സെർട്ടൻ ഫിഷൊക്കെ കൺസിഡർ ചെയ്തിരുന്നത് പൊല്യൂട്ടഡ് ആയിട്ടാണ്. അതൊരിക്കലും അപ്പർ ക്ലാസ് എന്ത് ചെയ്തിരുന്നില്ല, ഭക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് ചില ഫിഷ് എന്താണെന്ന് അറിയപ്പെട്ടിട്ടുള്ളത് പൊല്യൂട്ടഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.